കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ? മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ്. ചതിച്ചോ എന്റെ ദേവി? കുഞ്ഞുണ്ണി നെല്ലൂർ മനയിലുണ്ട്. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നെല്ലൂർ മന പൊളിച്ചു കളയുക. ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ. ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി? ആ അതെ അച്ഛാ. ഇതാ രാജീവൻ, പാതയ്ക്കരയില്ലത്തെയാ. ഇപ്പൊ ഇതാ ബിസിനസ്. നമ്മുടെ ഗൗരിക്ക് കൊള്ളാം. ഗജകേസരി ഒക്കെ ഉണ്ട്. നമ്മുടെ ഗൗരിക്ക് ചേരും. അച്ഛാ, ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന്. മന വേണ്ട. കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പാറയില്. വിളിക്കണോ? സാവിത്രി വെള്ളിവാളിൽ ആവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം. എന്നിട്ട് മതി കമ്പക്കെട്ട്. മനസ്സിലായോ? ശരി അച്ഛാ. അയമോധന കാമധുഹോസ്തു അനന്ത അക്ഷീയമാണ സുരഭി സർവകാമീ സത്വോപതിഷ്ഠതു അജര നിത്യപൂത സുധാംധുഹാന അമൃതാഗ്നസ്തർപ്പയന്തു കുഞ്ഞുണ്ണി ശർമ്മണ ഉപതിഷ്ഠതു. ഇല്ല, കർമ്മ നോക്കണില്ല. കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. കണ്ടില്ലേ പവിത്രം അഴിഞ്ഞു വീണത്? പൂണൂല് വലത്തോട്ടിടാനും മണന്നിരിക്കണു. ഒക്കെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ്. ഈശ്വര കാത്തോണേ. കണ്ടു നിൽക്കാൻ പറ്റണില്ല. ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പിഴയ്ക്കണു. ചോറൂട്ടിയ കൈകൊണ്ട് തന്നെ ഇപ്പോ ഇതൊക്കെ കാണാൻ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? പ്രതികാരം ചെയ്യിച്ചിട്ടേ കുഞ്ഞുണ്ണി ഈ ഭൂമുഖത്തുനിന്ന് പോവും. മണിയക്കോട്ട് സാവിത്രി ഇനി അനുഭവിക്കാൻ പോണേ. നോക്കിക്കോ. ഒരു പൊട്ടാഴി മാധവൻ. കേട്ടോളെ, നീ പഠിച്ചോ പഠിപ്പിച്ചൊക്കെ ഇന്നത്തോടെ മതി. എന്നെ ഒന്ന് വിട്, ഞാൻ വരുന്നില്ല. എനിക്ക് കല്യാണം വേണ്ട. ഞങ്ങൾ അറിയാതെ എന്ന് മുതലാ നിനക്ക് മാധവൻ ഉണ്ടായത്? നിന്റെ ഒരു ആരാധനാമൂർത്തി. അച്ഛാ, ഞാൻ മിണ്ടരുത്. നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴി കിഴിവെച്ച് സാഷ്ടാംഗം പ്രണമിച്ചാലും വിട്ടുകൊടുക്കില്ല കുത്തൻ. ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക്. തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. പട്ടാഴി മാധവനോട്. ഹലോ സാർ. ഇയാളാണോ മാധവൻ? അല്ലച്ചാ, ഇത് കുഞ്ഞുണ്ണിയാ. ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ? പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങണം. ധൈര്യമായിട്ട് വന്ന് കയറ്. കുഞ്ഞുണ്ണി കൊണ്ടുപോകും ടീച്ചറെ. ഒരുത്തനും നമ്മളെ തടയില്ല. നീ ഇവിടെ കൊണ്ടുപോകുന്ന കാണട്ടെ. ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാൽ മതിട്ടോ മണിയൻകൊട്ട പോത്തെ. അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി. ഇനി അലറിയാൽ മൂത്ത് നരച്ചെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് മടക്കി പോത്തുണ്ടി ഡാമിൽ എറിയും. വാസോ, അടിച്ച് കൊല്ലടാ രണ്ടരയും. എന്താടാ? ജനിപ്പിച്ച തന്തയെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛനല്ലാതാവണം, അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് ദുഷ്ടയാവണം. ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണം ഒരു ആലോചിച്ച് തീരുമാനിക്കും. രുദ്രാക്ഷം കഴുത്തിലല്ല, മനസ്സിലാണ് വേണ്ടത്. കേട്ടോ മോണിയങ്കോട്ട് രാവണം. ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം.
രണ്ടായാലും എനിക്ക് വിരോധമില്ല. അയ്യോ, അതാരാ കുഞ്ഞുണ്ണിയുടെ കൂടെ? ഓ മനസ്സിലാവണില്ല. അതാണ് ആത്തേമ്മ. ചെന്ന് വേഗം പെർഫോമൻസ് തുടങ്ങിക്കോ. ആരാണാവോ? അമ്മേ, ഹായ്, എന്താ അത്? കുട്ടി ഏതാ? അമ്മ എന്നെ ശപിക്കരുത്. പാർവതി, ഈ കുട്ടി ഏതാ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഈ കാണാലോ, അമ്മയ്ക്കും ചിറ്റശിക്കും ഇനി കണ്ണ് നിറയെ കാണാം. ഇത് മിത്ര നമ്പൂതിരി, നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ. പഠിച്ചത് ഇവിടെ തന്നെ. ആദ്യമേടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും. നന്നായി വരൂ കേട്ടോ. ഏതാ ഇല്ലം? അത് മണിയാമ്പള്ളി. മണിയാമ്പള്ളി മണിയാമ്പള്ളി കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ലം കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ല. ഇപ്പൊ കേട്ടല്ലോ. ഇനി മനസ്സ് തുറന്നങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്നിട്ട് അമ്മയുടെ അരയിലിരിക്കുന്ന ആ താക്കോൽക്കൂട്ട് എടുത്ത് ടീച്ചറെ ഏൽപ്പിക്കുക. ഈ നിൽക്കുന്നതേ അമ്മയുടെ പുത്രവധുവാ. എന്താ? ബോംബ് പൊട്ടി. ഇനി മുതൽ ടീച്ചറാ ഇവിടുത്തെ ആത്തേമ്മ. ശിവ ശിവ, എന്തായി കാണുന്നത്? എടാ, എന്ത് തോന്നിയാസം കേട്ടാന്നായോ നിനക്ക്? കിരാവൻ ഇല്ലത്തിന്റെ അന്തസ് കെടുത്തിയില്ലോ നീ? ഞാൻ കിരാതനും കാട്ടാളിനും ഒക്കെയാ സമ്മതിച്ചു. പക്ഷേ ഇത് എന്റെ വധുവല്ല. പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ. പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി. എന്താ, ആർക്കൊന്നും മനസ്സിലായില്ലേ? ശിവ ശിവ ചോദിച്ചു നോക്കൂ. ഇവൻ പറയണതൊക്കെ നേരാ? അതെ. മാധവ, മാധവ കേശവ. വൈകിപ്പോയി. ഇനി വിചാരണ വിളിച്ചോദ്യമൊന്നും വേണ്ട. വേണം. അവന്റെ മനസ്സറിയണോ എനിക്ക്? അറിഞ്ഞു. ദുരഭിമാനം വാതുറക്കില്ല, പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും. കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം. അതേ കുഞ്ഞുണ്ണി കേൾക്കൂ. ഈശ്വര, പാർവതി ഒന്ന് കിടക്കണം. അയ്യോ, അയ്യോ, ആത്തേമ്മ. ഉത്തരം മുട്ടുമ്പോ അമ്മയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ബോധക്ഷയാ. അതിന് മരുന്നില്ല. ടീച്ചർ മുകളിലേക്ക് വെക്കുള്ളൂ. പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. കുറച്ച് ദിവസമായി. പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാ, തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും. അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. അനുജന്റെ ഉപദേശം ഞാനിക്കിഷ്ടാവില്ല. അതുകൊണ്ട് ടീച്ചറുടെ തലയണ മന്ത്രത്തിൽ ഇതോടെ ചേർത്തൊന്ന് ഓതി കൊടുത്തു നോക്ക്. ചിലപ്പോ ഗുണുണ്ടാവും. കണ്ടുവല്ലേ, അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ. പട്ടാഴിയിൽ ഒരു സ്നേഹപ്പാലാഴിയുണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല അതിത്രയും ചൂടുള്ള ഒരു ചെങ്കടലായിരിക്കുമെന്ന്. അല്ലേ? മുൻഷുണ്ടി ലേശം കൂടും, അത്രേ ഉള്ളൂ. ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം. അനിയനോ? ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ. കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ. പട്ടാഴിൽ എന്തിനും ഏതിനും കുഞ്ഞുണ്ണിയാ കേമൻ. അതെനിക്കിന്ന് മനസ്സിലായി. ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല, ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട്. എന്താ ഇത്? ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വെച്ച് 41 ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ. ഇനി ഇതിനൊരു അവകാശം ഉണ്ടല്ലോ. എന്താ ഇയാൾ ഉദ്ദേശിക്കണേ? എന്റെ കഴുത്തിൽ ഈ ചരട് കെട്ടിത്തരണം. ഇപ്പോ, ഈ നിമിഷം. കൊള്ളാം. കൊട്ടും കുരവയും അഗ്നിസാക്ഷിയുമില്ലാതൊരു വേളി. നടക്കട്ടെ, അതാവും യോഗം. എന്നാലും 1000 കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന്. അത് മതി, എനിക്കത് മതി. ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. ഈ യാത്ര ഞാനായിട്ടല്ല, ഈശ്വരൻ നിശ്ചയിച്ചതാണ്. മാധവൻ പോയിരിക്കും. പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. നിനക്ക് കരയാം. ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല. ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട്. നെല്ലൂർ മന വിൽക്കാനൊരു നീക്കമുണ്ടെന്നറിഞ്ഞു. മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ. ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല. അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ്. ഒന്ന് പെട്ടെന്നാവട്ടെ. നേരെ അങ്ങോട്ടിട്. ആ പടവ് വരെ അങ്ങോട്ടിട്ട്. ആ ഇതോടെ നശിക്കട്ടെ ചമ്പ്രയുടെ ദുഷ്കീർത്തി, ശകുനം. നിന്ന് കത്തട്ടെ. ദാ അസ്ഥിവാരം വരെ ചാമ്പലാവണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ്. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങിട്ട് അമർത്തുക. എന്താ ഇത് പൊട്ടാത്തെ? എന്താ എന്ത് പറ്റി നോക്കട്ടെ. പൊറുക്കണം, മക്കളുടെ മൂഢത മാർപ്പാക്കണം. അത് ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഒന്നും ഞെക്കി നോക്ക്. ഒരക്ഷരം വേണ്ടി പോരുത്. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശപസൂര്യ ശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. ഏതായി അവതാരം? 10 അവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷ പ്രജകളെ കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയർ പിച്ചും പേയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്ന? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തേ പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത്? മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? 5 പ്രാണനും അലറിക്കരഞ്ഞപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോവാ മുറ്റത്തുനിന്ന്. നീ ആരാടാ അത് പറയാൻ? നെല്ലൂർ മനയുടെ ആധാരം
തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയതുപോലെ ഇരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയൻകൊട്ടുകാരനവന്. ഷാരടി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്. നെല്ലൂർ മനയുടെ അവകാശി തുളസിമണി. മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം? അന്ന് ഹരിയുടെ തോളിലിരുന്ന 5 വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ഷാനത്തെ അടുക്കളയിലിട്ട് വളർത്തി. ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ ക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ. 7 സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക അവള്. ചെല്ല്, വലതുകാല് വെച്ചങ്ങടെ കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ, ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോകാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്കുക.